അസ്സലാമു അലൈക്കും യാ അയ്യുഹത്തുല്ലാബീൻ. ഇന്ന് നമ്മൾ CBSE അറബിക് സീരീസിലെ ഗ്രേഡ് 4 ടെക്സ്റ്റ് ഫസ്റ്റ് ലെസൺ ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കാൻ തുടങ്ങിയാലോ. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് ഹൗ മെനി ഓർ ഹൗ മച്ച്. അതിനെങ്ങനെ അറബിൽ പറയും? കം. കം എന്നാണ് ഹൗ മെനി അല്ലെങ്കിൽ ഹൗ മച്ച് എന്ന് പറയുന്നതിന് നമ്മൾ അറബിൽ ഉപയോഗിക്കുന്നത് കം. എല്ലാവർക്കും മനസ്സിലായോ? ഇപ്പോൾ നമുക്ക് എത്ര ടെക്സ്റ്റ് ഉണ്ട് നിങ്ങളുടെ കയ്യിൽ, അല്ലെങ്കിൽ അവൻ്റെ കയ്യിൽ എത്ര ടെക്സ്റ്റ് ഉണ്ട്, അവൻ്റെ കയ്യിൽ എത്ര പേനയുണ്ട്, അവൻ്റെ അടുക്കൽ എത്ര ബോയ്സ് ഉണ്ട്, അവൻ്റെ അടുക്കൽ എത്ര ഗേൾസ് ഉണ്ട്, അവൻ്റെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്, അവൻ്റെ മുറിയിൽ എത്ര ജനലുണ്ട്, ഒരു നാട്ടിൽ എത്ര സ്കൂളുകളുണ്ട്, പിന്നെ ഒരു വീട്ടിൽ എത്ര മുറികളുണ്ട്, അങ്ങനെയൊക്കെ നമുക്ക് എത്ര എത്ര എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് കം എന്ന് അറബിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ വേർഡായ കം നമ്മൾ ആ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റിലെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഡു യു അണ്ടർസ്റ്റാൻഡ്? ഇപ്പോൾ നമുക്ക് നമ്മുടെ ടെക്സ്റ്റിലെ ഫസ്റ്റ് പിക്ചർ എന്താണ്? ഒരു ടെക്സ്റ്റ് വെച്ചിരിക്കുന്നു അല്ലേ, ഒരു ടെക്സ്റ്റ് ബുക്ക് അവിടെ ഇരിക്കുന്നുണ്ട്. ഇത് എത്ര ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് എന്ന് നമുക്ക് ചോദിക്കണ്ടേ? നമ്മളിപ്പോൾ ചോദിക്കാൻ പോകുന്നത് അവളുടെ അടുക്കൽ എത്ര ബുക്കുകളുണ്ട്, എത്ര ടെക്സ്റ്റ് ഉണ്ട് എന്നാണ് ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എത്ര എന്നുള്ള ഹൗ മെനി എന്നുള്ള ആ കം ഫസ്റ്റിലേ കൊടുക്കും. ആ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റിലേ നമ്മൾ കൊടുക്കും കം. കം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൗ മെനി. ഓക്കെ. കിതാബൻ, ടെക്സ്റ്റ് ബുക്കിന് എന്താണ് അറബിൽ പറയുന്നത്? കിതാബ്. കിതാബൻ. അപ്പോൾ എങ്ങനെ പറയും? കം കിതാബൻ ഇൻദഹ. ഇൻദ എന്ന് പറഞ്ഞാൽ സ്വന്തം, അടുക്കൽ, നമ്മുടെ കയ്യിൽ എത്ര ഉണ്ട്. ഇൻദഹ. അവിടെ ഹായാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ആ ഹ എന്നുള്ളത് അവൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതൊരു ലമീറാണ്. ലമീർ മീൻസ് പ്രോനൗൺ. ആ പ്രോനൗൺ ഹ അവിടെ വന്നതുകൊണ്ട് ഹായുടെ മീനിങ് എന്താണ്? അവൾ. അപ്പോൾ നമുക്ക് കം കിതാബൻ ഇൻദഹ എന്നുള്ളതിൻ്റെ മീനിങ് എങ്ങനെ മനസ്സിലാക്കാം? അവളുടെ കയ്യിൽ എത്ര ടെക്സ്റ്റ് ഉണ്ട്. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് എന്താണ്? 2 പെൻസ് ഇരിക്കുന്നല്ലേ. അപ്പോൾ ഈ 2 പേനകൾ എത്ര ഉണ്ട്? 2 പേനകളുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ ആക്കാം? കം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൗ മെനി. കം കലമൻ. പേനയ്ക്ക് എന്ത് പറയും? പെന്നിന് എന്താ പറയുന്നത്? കലമുൻ. അപ്പോൾ ക്വസ്റ്റ്യനിൽ എഴുതുമ്പോൾ കലമൻ എന്നെഴുതണം. കം കലമൻ ഐന്ദക. ഐന്ദെന്ന് പറഞ്ഞാൽ നമ്മുടെ പക്കൽ, ആരുടെ പക്കലാണോ ആരുടെ അടുക്കലാണോ ഉള്ളത് എന്നാണ് സൂചിപ്പിക്കുന്നത്. ക എന്ന് പറയുമ്പോൾ യു, അതായത് നീ. നിൻ്റെ അടുക്കൽ എത്ര പേനകളുണ്ട് എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എങ്ങനെ ആൻസർ പറയാൻ പറ്റുമെന്നുള്ളത് പഠിക്കണ്ടേ? അപ്പോൾ ആദ്യത്തെ 2 നോക്കിക്കോ. കം കിതാബൻ ഇൻദഹ, ലാസ്റ്റ് ഹ വന്നതുകൊണ്ട് അവളുടെ കയ്യിൽ എത്ര കിതാബുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് വൺ കം കലമൻ ഇൻദക. ക വരുമ്പോൾ യു, അവൻ്റെ കയ്യിൽ എത്ര പേനകളുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ആൻസർ പറയണ്ടേ? എങ്ങനെ പറയാം? ഇൻദഹ എന്ന് പറഞ്ഞാൽ അവളുടെ കയ്യിൽ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? അവളുടെ കയ്യിൽ എത്ര ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെന്നല്ലേ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആൻസർ പറയുമ്പോൾ നമ്മൾ എങ്ങനെ പറയും? അവളുടെ കയ്യിലുണ്ട് കിതാബുൻ, ഒരു കിതാബ്. കിതാബുൻ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ്. വാഹിദുൻ, ഒരെണ്ണം. ഒരേ ഒരു കിതാബേ അവളുടെ കയ്യിലുള്ളൂ. അപ്പോൾ എങ്ങനെ എഴുതാം നമുക്ക്? ഇൻദഹ, അവളുടെ കയ്യിലുണ്ട് കിതാബുൻ വാഹിദുൻ, ഒരൊറ്റ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ. നെക്സ്റ്റ് കം കലമൻ ഇൻദക. കലമുൻ മീൻസ് പെൻ. ഇൻദക, അവിടെ ക സൂചിപ്പിക്കുന്നത് നീ എന്നാണ്. ഒരു ബോയിയോട് നിൻ്റെ കയ്യിൽ എത്ര പേനയുണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആൻസർ എങ്ങനെ പറയും? ആൻസർ നിൻ്റെ കയ്യിൽ എത്ര പേനയുണ്ടെന്ന് ഒരാളോട് ചോദിച്ചാൽ നമ്മൾ ആൻസർ സ്വാഭാവികമായിട്ട് എങ്ങനെ പറയുന്നത്? ഇൻദി, എൻ്റെ കയ്യിൽ. എൻ്റെ കയ്യിൽ 2 പേനകളുണ്ട് എന്നാണ് ആൻസർ നമ്മൾ പറയാൻ പോകുന്നത്. കലമുൻ, ഒരു പേന. 2 പേനയ്ക്ക് നമ്മൾ അറബിൽ കലമാനി എന്ന് പറയും. 2-ന് ഇസ്നാനി എന്നല്ലേ പറയുന്നത്. അതിൻ്റെ അവസാനത്തെ അലിഫും നൂനും നമ്മൾ എന്ത് ചെയ്യും? ഇസ്മായിട്ടുള്ള, നൗണായിട്ടുള്ള കലമുൻ്റെ അവസാനം ചേർത്ത് കൊടുക്കും. അപ്പോൾ
കലമാനി. കലമുൻ പ്ലസ് ആനി, കലമാനി എന്ന് നമ്മൾ എഴുതും. 2 പേനയ്ക്ക് നമ്മൾ കലമാനി എന്നാണ് എഴുതുന്നത്. അപ്പോൾ ആദ്യത്തെ 2 എല്ലാവർക്കും മനസ്സിലായല്ലോ. 2 പേനകളുണ്ട്, ഒരു കിതാബുണ്ട്, എങ്ങനെ എഴുതാമെന്ന്. കിതാബുൻ വാഹിദുൻ. ഇനിയിപ്പോൾ ഒരു പേനയുള്ളെങ്കിൽ എങ്ങനെ പറയാം? കലമുൻ വാഹിദുൻ പറഞ്ഞൂടെ? ഇനി 2 കിതാബുകളുണ്ടെന്ന് എങ്ങനെ പറയാം? കിതാബുൻ പ്ലസ് ആനി, കിതാബാനി. ഓക്കെ, അപ്പോൾ ഇത്ര മനസ്സിലായല്ലോ. ഇനി തേർഡ് വൺ, കം വലതൻ ഇൻദഹു. ഇൻദഹു എന്നുള്ളത് അവൻ്റെ അടുക്കൽ എത്ര ആൺകുട്ടികളുണ്ട്, എത്ര ബോയ്സ് ഉണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. നെക്സ്റ്റ്, കം ദജാജത്തൻ ഇൻദക. നിൻ്റെ അടുക്കൽ എത്ര ഹെൻസ്. ദജാജത്തുൻ മീൻസ് ഹെൻ, കോഴികൾ, എത്ര പിടക്കോഴികളുണ്ട് എന്ന് ചോദിക്കാം. കം വലതൻ ഇൻദഹു. അപ്പോൾ ഇൻദഹു ആൻസർ പറയുമ്പോഴും അവൻ്റെ അടുക്കലുണ്ട് സലാസത്തു ഔലാദുൻ, 3 കുട്ടികൾ. അവിടെ പിക്ചറിൽ 3 കുട്ടികളല്ലേ, 3 ബോയ്സ് അല്ലേ? അപ്പോൾ സലാസത്തു ഔലാദിൻ. നെക്സ്റ്റ്, കം ദജാജത്തൻ ഇൻദക. നിൻ്റെ അടുക്കൽ എത്ര കോഴികളുണ്ട് എന്നാണ് ചോദിച്ചേക്കുന്നത്. അതിൻ്റെ ആൻസർ ഇന്ദി. നിൻ്റെ അടുക്കൽ എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആൻസർ ഇന്ദി, എൻ്റെ അടുക്കലുണ്ട് എന്ന് പറയണം. എൻ്റെ അടുക്കലുണ്ട് എത്ര പേരാ? അർബഉ ദജാജാത്തിൻ, 4 പിടക്കോഴികൾ. അങ്ങനെ വേണം ആൻസർ എഴുതാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കം ദർസൻ ഫിൽ കിതാബി. ഈ ടെക്സ്റ്റ് ബുക്കിൽ എത്ര പാഠങ്ങളുണ്ട് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആൻസർ നമ്മൾ എഴുതും. ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് ഫിൽ കിതാബി എന്നുള്ളത് മുതൽ നമ്മൾ ആൻസറിലെടുത്ത് എഴുതണം. ഫിൽ കിതാബി, ഈ ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഹംസത്തു ദുറൂസിൻ. ഹംസത്തു ദുറൂസിൻ, 5 പാഠങ്ങളുണ്ട്. അവിടെ ഹംസു ദുറൂസിൻ എന്ന് വന്നിട്ടില്ല, ഹംസത്തു എന്നാണ് കൊടുത്തേക്കുന്നത്. കാരണം ദറസുൻ ദുറൂസ് എന്നുള്ള വാക്കിൻ്റെ അവസാനം താ ഇല്ല. ദുറൂസുൻ എന്നുള്ളത് മസ്കുലീൻ വേർഡാണ്. അതുപോലെ ദജാജത്തുൻ എന്നുള്ളത് ഫെമിനീൻ വേർഡാണ്. ദജാജത്തുൻ, ദജാജാത്തുൻ ഫെമിനീൻ വേർഡ് നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ അവസാനം താ വരും. താ വരാത്ത ഫെമിനീൻ വേർഡുകളും ഉണ്ട്. ഇപ്പോൾ നമ്മൾ താ വരുന്നതെല്ലാം ഫെമിനീൻ വേർഡാണെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ്, അവസാനം താ വരാത്ത ദുറൂസിൻ എന്നുള്ളത് കലമുൻ, കിതാബുൻ, ഇതൊക്കെ എന്താണ്? മസ്കുലീൻ വേർഡാണ്. അപ്പോൾ മസ്കുലീൻ ആയിട്ടുള്ള ഇസ്മു വരുമ്പോൾ നമ്പേഴ്സ് ഫെമിനീൻ ആവും. നമ്പേഴ്സിൻ്റെ അവസാനം താ കൊടുക്കും. നമ്മൾ സലാസത്തു, അർബഅത്തു, ഹംസത്തു എന്നല്ലേ പഠിക്കുന്നത്. എന്നാൽ ദജാജാത്തിൻ എന്നുള്ള ആ താ വന്ന സ്ഥലത്ത് നമ്മൾ അർബഅത്തു എന്ന് കൊടുക്കാതെ അർബഉ എന്ന് കൊടുത്തു. ഇവിടെയാണ് നമ്മൾ നമ്പേഴ്സിൽ മനസ്സിലാക്കാനുള്ള കാര്യം. ഇസ്മ് ഫെമിനീനായി കഴിഞ്ഞാൽ നമ്പേഴ്സ് മസ്കുലീനാവും. നമ്പേഴ്സിന് നമ്മൾ എപ്പോഴും ഫെമിനീൻ ആക്കുന്നത് ഇസ്മ് മസ്കുലീൻ ആവുന്ന സമയത്താണ്. 1, 2 അതായത് വാഹിദ് ഇസ്നാനി വരെയാണെങ്കിൽ അവിടെ നമ്പേഴ്സിന് മാറ്റം ഉണ്ടാകത്തില്ല. ഇസ്മിന് ഏതാണോ അത് തന്നെ നമ്പേഴ്സിനും വരും. ഇപ്പോൾ 3 മുതൽ 3, 4, 5 അങ്ങനെ അങ്ങോട്ട് മേളിലോട്ട് പോകുമ്പോഴാണ് ഇതിൽ വ്യത്യാസം വരുന്നത്. ഇനി നെക്സ്റ്റ് പേജിൽ കം ഫസ്ലം ഫിൽ മദ്രസത്തി. ഒരു സ്കൂളിൽ എത്ര ക്ലാസ്സുകളുണ്ടെന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻസർ എഴുതുമ്പോൾ ഫിൽ മദ്രസത്തി സിത്തു ഫുസൂലിൻ. ഫിൽ മദ്രസത്തി സ്കൂളിലുണ്ട് സിത്തത്തു ഫുസൂലിൻ, 6 ക്ലാസ്സുകളുണ്ട്. 6 ക്ലാസ്. അവിടെ സിത്തത്തു എന്ന് വന്നത് കണ്ടോ? സിത്തു ഫുസൂലിൻ എന്ന് പറയാതെ സിത്തത്തു ഫുസൂലിൻ എന്ന് വന്നു. അപ്പോൾ ഫുസൂലിൻ എന്നുള്ള വാക്ക് മസ്കുലീൻ ആയതുകൊണ്ട് നമ്പർ ഫെമിനീനായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കം മുദരിസത്തൻ ഫിൽ മദ്രസ. എത്ര ടീച്ചർമാരുണ്ട് സ്കൂളിൽ? അപ്പോൾ ആൻസർ ഫിൽ മദ്രസത്തി സ്കൂളിലുണ്ട് സബഉ മുദരിസാത്തിൻ, 7 അധ്യാപികമാരുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കം തൊബീബൻ ഫിൽ മുസ്തഷ്ഫ. മുസ്തഷ്ഫ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ എത്ര ഡോക്ടർമാരുണ്ട്? ഫിൽ മുസ്തഷ്ഫ ഹോസ്പിറ്റലിലുണ്ട് സമാനിയത്തു അതിബ്ബാ ഉൻ. തൊബീബുൻ എന്നുള്ള വാക്കിൻ്റെ ജം ആണ് അതിബ്ബാ. അപ്പോൾ അതിബ്ബാ മസ്കുലിൻ വേർഡായതുകൊണ്ട് നമ്പർ സമാനിയത്ത് എന്ന് വന്നു. അല്ലെങ്കിൽ നമുക്കിവിടെ ഈ തൊബീബിന് പകരം തൊബീബത്തുൻ എന്നായിരുന്നു വന്നിരുന്നെങ്കിൽ സാമിനി എന്ന് എഴുതൂ, സമാനിയത്ത് എഴുത. കം ഉർഫത്തൻ ഫിൽ ബൈത്തി. വീട്ടിൽ എത്ര മുറികളുണ്ട്? ഫിൽ ബൈത്തി വീട്ടിലുണ്ട് തിസ്ഉ ഉർഫിൻ, 9 മുറികളുണ്ട്. കം ലാഇബൻ ഫിൽ മൈദാനി.
ഗ്രൗണ്ടിൽ എത്ര കുട്ടികൾ കളിക്കാരായിട്ടുണ്ട്? ഫിൽ മൈതാനി അശറത്തു ലാഇബീൻ. ഗ്രൗണ്ടിൽ 10 കുട്ടികളുണ്ട്.